അതെ, മത്യു സാറേ, ജോൺ സാറേ, നമ്മളൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജൂൺ 1-ാം തീയതി സ്കൂളിൽ പോകുന്ന ദിവസം അറിയാനായിട്ട് കലണ്ടർ നോക്കണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അന്ന് മഴയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും വേനൽ കഴിഞ്ഞാൽ മഴ പെയ്യുന്ന ദിവസം സ്കൂളിൽ പോയാൽ അത് ജൂൺ 1-ാം തീയതി ആയിരിക്കും. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ വന്നിരിക്കുക. നമ്മുടെ ആ ഋതുക്കൾ, സമ്മർ, വിൻ്റർ, ഓട്ടം, സ്പ്രിങ്, ഇതൊന്നും ഡിഫൈൻഡ് അല്ല. എപ്പം മഴ പെയ്യാം, എപ്പം വെയിൽ തെളിയാം എന്നിനൊന്നും യാതൊരു വ്യവസ്ഥയില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ആ കാലാവസ്ഥാ വ്യതിയാനം, അത് അതിൻ്റെ കാരണങ്ങൾ, അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതെങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളൊരു കാരണമായിട്ട് പറയാൻ? നമുക്ക് ഓരോരുത്തർക്കും ഒരു അഭിപ്രായമുണ്ട്. ഭൂമി ജന്മം കൊണ്ടിട്ട്, അതായത് ഭൗമശാസ്ത്രന്മാരുടെ അഭിപ്രായത്തിൽ ഭൂമി ഈ പ്രപഞ്ചത്തിൽ ജന്മം കൊണ്ടിട്ട് 450 കോടി വർഷമായി എന്നാണ് പറയുന്നത്. 450 കോടി വർഷം എന്നാണ്. 600 കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചതിനെ പറ്റുള്ളൂ. പക്ഷെ 450 കോടി വർഷം എന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ, പഠനങ്ങൾ വെച്ച് പറയുന്നത്. അപ്പോൾ 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ അല്ലെങ്കിൽ ജന്മമെടുത്ത ഈ ഭൂമിയിൽ അത് വളരെ കാലങ്ങൾ കൊണ്ടുള്ള ഋതുഭേദങ്ങളുടെയും വ്യതിയാനങ്ങളുടെയും മാറ്റങ്ങളുടെയും ഫലമായിട്ടാണ് ഇന്നീ കാണുന്ന രീതിയിലേക്ക് ഭൂമിയിൽ ജീവൻ സാധ്യമായി വന്നതും, ഭൂമിയിൽ വെള്ളമുണ്ടായതും, ഭൂമിയിൽ ഇന്ന് കാണുന്ന സസ്യജാലങ്ങളും ജന്തുവർഗങ്ങളും ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയും ഒക്കെ ഉണ്ടായത് വർഷങ്ങളെടുത്ത പല കാരണങ്ങളാൽ ഉണ്ടായ, അതിനെപ്പറ്റിയൊക്കെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ ഒത്തിരി പഠനങ്ങൾ നടത്തി ഇപ്പോഴും അതിനെപ്പറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ളത്, അങ്ങനെ കാലങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ഋതുഭേദങ്ങളും ജീവിത ചക്രങ്ങളും ഒക്കെ കൊണ്ടാണ് ഭൂമിയിൽ ഇന്ന് ഈ ഒരു സ്ഥിരമായിട്ടുള്ള നമ്മളൊക്കെ പരിചയമുള്ള ഒരു കാലാവസ്ഥയും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് പൊതുവെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പലപ്പോഴും ഭൂമി തണുത്തുറഞ്ഞു പോവുകയും മുഴുവൻ ജീവജാലങ്ങൾ നശിക്കുകയും പിന്നെയും അത് ചൂടായി വരികയും, അങ്ങനെ പല സൈക്കിൾസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ആധുനികമായിട്ട് ഈ പരിസ്ഥിതിയെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത മാറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കരുതാമെങ്കിലും മനുഷ്യനിർമ്മിതമായ പരിസ്ഥിതിക്ക് ഭയങ്കരമായ കോട്ടം തട്ടിക്കുന്ന ഒത്തിരിയേറെ ഘടകങ്ങളിപ്പം, പ്രധാനമായിട്ട് പ്ലാസ്റ്റിക്. നമ്മുടെ ഒരു മഴക്കാലത്തിന് ശേഷം ഒരു തോട്ടിലേക്ക് നോക്കിയാൽ അതിൻ്റെ പരിസരത്തുള്ള മരങ്ങളിൽ മുഴുവൻ കൊടിതോരണം കെട്ടി തൂക്കിയ പോലെ പ്ലാസ്റ്റിക് ഞാൻ കിടക്കുന്നത് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇതിനൊന്നും ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനോ ഒരു നിയമനിർമ്മാണം വഴിയോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദനത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനത്തിലേക്കോ ഒന്നും വരുത്തുന്നതിന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു തെളിഞ്ഞ പോരാഴികയായിട്ട് ഞാൻ കരുതുകയാണ്. നിയമം ഇപ്പോഴും ഉണ്ടല്ലോ, നിയമമുണ്ട്, പക്ഷെ അത് നമ്മൾ പാലിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നിയമം കർക്കശമായിട്ട് നടപ്പാക്കുന്നതിലുള്ള പാളിച്ചകളാണ്. നമ്മൾ നിയമം ഉണ്ട്, ഇത്ര PPM കുറഞ്ഞ പ്ലാസ്റ്റിക് വിൽക്കാൻ പാടില്ല, ഇത് റീസൈക്കിൾ ചെയ്യണം, കളക്ട് ചെയ്യണം, ഇതെല്ലാം ചട്ടക്കൂടെല്ലാം ഉണ്ട്, പക്ഷെ അത് പലപ്പോഴും പാലിക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ കാര്യങ്ങൾ പടപ്പടച്ചങ്ങ് പോയിട്ട് എല്ലാവർക്കും എളുപ്പമായി പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കണം, അല്ല അങ്ങനെ ചെയ്യണമെങ്കിലും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളൊരു ഈ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് വേണം എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി പഠിക്കാൻ. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങളുടെ അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സിന് വേണ്ടിയിട്ട് ഫോസിൽ ഇന്ധനങ്ങളെ എടുക്കാൻ, അത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് സത്യത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് കൂടുകയും അതിനനുസരിച്ചുള്ള സാധനമുണ്ട്. നമുക്കറിയാം, വ്യവസായ വിപ്ലവം 17-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ വ്യവസായ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൽക്കരിയും വ്യാപകമായിട്ട് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് കത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഊർജ്ജ സ്രോതസ് ഉണ്ടായത്. നമുക്കറിയാം, മനുഷ്യനെ ജീവിച്ച് വളർന്ന, മൃഗങ്ങളെ പോലെ ജീവിച്ച് വളർന്ന ഒരു ജന്തുവാണല്ലോ മനുഷ്യനും. അവൻ്റെ പരിഷ്കൃതമായ നാഗരികതയിലേക്കുള്ള പരിണാമത്തിൻ്റെ ഫലമായിട്ട് അവന് കൂടുതൽ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ വ്യവസായ വിപ്ലവവും മറ്റു കാര്യങ്ങളും, കാർഷിക വിപ്ലവം ഉണ്ടായി, വ്യവസായ വിപ്ലവം ഉണ്ടായി. അതിനു വേണ്ടിയിട്ട് അവൻ ഭൂമിയെ കൂടുതൽ ചൂഷണം ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ ഫോസിൽ ഉപകരണ വസ്തുക്കൾ അതല്ലെങ്കിൽ പെട്രോളിയം കൽക്കരിയുടെ അമിതമായ ഉപയോഗവും അനിയന്ത്രിതമായ വനവൽ നശീകരണവും. നമുക്കറിയാം ഇടുക്കിയൊക്കെ നമ്മൾ പിന്നെ പറയുമ്പോൾ ഇടുക്കിയൊക്കെ വെറും 50-60 വർഷങ്ങൾക്ക് മുമ്പ് കൊടും വനമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അനിയന്ത്രിതമായ വന നശീകരണവും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗവും മൂലമാണ് ഒരു പരിധിവരെ ഈ കാലാവസ്ഥയിൽ ഭയങ്കരമായ മാറ്റങ്ങളുണ്ടായത്. ഇപ്പോൾ പറയുന്നവർ കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്കാണ് ഈ സാറ് പറഞ്ഞ പോലെ ഋതുഭേദങ്ങളിലും കൂടെ മാറ്റങ്ങളുണ്ടാകുന്നു. അതിനു മുമ്പ് ഋതുഭേദങ്ങൾക്കൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. വർഷം, വേനൽ, മഞ്ഞുകാലം, വേനൽക്കാലം, ശരത്കാലം അല്ല, അങ്ങനെ ഒരു കാലങ്ങൾ. ഇപ്പം ഒരു കഷ്ടകാലമല്ലാതെ ഒരു കാലം 365 ദിവസവും കഷ്ടകാലം. സാറ് പറഞ്ഞ കറക്റ്റാണ്. ഈ ഫോസിൽ ഉപയോഗങ്ങളുടെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു കാറ്റഗറിയാണ് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ എമിഷൻ കൂടുന്നൊന്നാണ്. അതായത് ഒരു 1960 കാലങ്ങളിൽ, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ അങ്ങ് മൂർധന്യാവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് 280 ppm ആയിരുന്നു നമ്മുടെ കാർബൺ ഉണ്ടായിരുന്നത്. പക്ഷേ അതും 3-4 രാജ്യങ്ങളായിരുന്നു സാറേ ഉണ്ടായിരുന്നത്. അമേരിക്ക, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ. അതെ അതെ, 3-4 ലോക രാജ്യങ്ങൾക്കൊന്നും ഇതിനകത്ത് ഒരു പങ്കുമില്ലായിരുന്നു. അപ്പം എന്നാൽ ഇപ്പോൾ ഇന്നത്തെ 2024 ആയപ്പോൾ തന്നെ അതുകൊണ്ട് 450 ആയിട്ടില്ല, 425 വന്നു. 450 ഒരു വലിയ ഫിഗറാണ്. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക്. അടിസ്ഥാനത്തിലാണ് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിൽ കഴിഞ്ഞ കാലത്തുണ്ടായിരിക്കുന്ന 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 83 വർഷത്തിനിടയ്ക്കത്തെ ഏറ്റവും വലിയ ചൂടാണ് കഴിഞ്ഞ 2023 രേഖപ്പെടുത്തിയെന്ന് പറയുന്നത്. 83 വർഷം. ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി ആവറേജ് എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ. നമ്മുടെ ഇവിടെയൊക്കെ 33 ഡിഗ്രിയാണ് പറയുന്നത്. അത് എത്യോപ്യയിലൊക്കെ 41 ഡിഗ്രിയാണ് പറയുന്നത്. ഈ ആവറേജ് ടെമ്പറേച്ചറിൽ 1.5 ആയിട്ടില്ല. 1.5 എന്ന് പറഞ്ഞൊരു ക്രൂഷ്യൽ ഇതാണ് 2030. അതായത് നമ്മുടെ പാരീസ് കൺവെൻഷൻ്റെ ഇതിൽ 2030 ആകുമ്പോൾ 1.5 ഡിഗ്രിയിൽ നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ 2060, 2050, 2060 ആകുമ്പോഴത്തേനും 2.2 വരും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനുമാണ് ആർട്ടിക്, അന്റാർട്ടിക് മേഖലയിലുള്ള മഞ്ഞുരുകയും കടൽ വെള്ളത്തിനകത്ത് പൊക്കം ഉണ്ടാകുകയും അത് 1 മീറ്റർ വരെ കടൽവെള്ളം ഉയരുകയും പ്രധാനപ്പെട്ട നഗരങ്ങൾ വരെ മുങ്ങിപ്പോവുകയും. 1, 2 ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് തകരും. ഈ ഭൂമി കടൽ വെള്ളത്തിനകത്തുണ്ടാകുന്ന ഈ വ്യതിയാനങ്ങൾ കൊണ്ട് അവിടെ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ. നമുക്കറിയാമല്ലോ, ഇപ്പം പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്ന എന്തെങ്കിലും ജീവികൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ? നല്ല തവള കാണാനുണ്ടോ? നേരത്തെ മഴക്കാലം വരുമ്പോഴത്തേനും നമുക്ക് ഒരു പോലെ കാറിക്കൊണ്ടിരുന്ന വംശനാശം സംബന്ധിച്ചു അല്ലേ? എന്തെല്ലാം വംശനാശം സംഭവിച്ചു. മീനുകളായിരുന്നു നമ്മുടെ എല്ലാം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓർക്കും നമ്മുടെ എല്ലാ തോടുകളിലെല്ലാം അന്ന് മീനുണ്ടായിരുന്നു ഇഷ്ടംപോലെ. ഇന്നൊരൊറ്റ മീനെ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു നല്ല ജീവിയെ കാണാൻ പറ്റുമോ? തോടും ഇല്ല. അതായത് 1.5 ഡിഗ്രി കൂടുമ്പം ഇപ്പോൾ ഉള്ളതിൽ 14% ആൾക്കാർ അത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ അത് 2 ഡിഗ്രി ആകുമ്പോൾ ഏതാണ്ട് 37%ത്തെയാണ് ബാധിക്കാൻ പോകുന്നത്. അത്രയും ഒരു വ്യത്യാസം, 1/2 ഡിഗ്രി കൊണ്ട് ഒരു വ്യത്യാസം വരും ഈ ഇതിൽ. നമ്മൾ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലൊന്നും കൃഷി അസാധ്യമായിട്ട് മാറും. ഇതിൽ പല ഇതുണ്ട്. ഒന്ന് കൃഷി, ഫോറസ്റ്റ്, ഫിഷറീസിനെ ഇത് ഉപജീവനമാക്കി ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഉള്ളത്. അവരെല്ലാം ഇത് ബാധിക്കും. കൂടാതെ നമ്മുടെ ലാൻഡ് ഒത്തിരി കുറയും. കാരണം ഇത് മഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറി വന്ന് കുറയും. പിന്നെ ഉള്ളത് രോഗങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി എമർജിങ് ഡിസീസസ് വരുന്നുണ്ട്. ഈ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി രോഗങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു എണ്ണവും അതിൻ്റെ ഒരു ഇൻഫെക്ഷനും എല്ലാം കൂടും ഈ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ. പക്ഷെ ഇന്നും മനുഷ്യ നിർമ്മിതമല്ല, മനുഷ്യൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ പ്രകൃതി പണ്ടും ഉരുളുപൊട്ടാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം ഇതിനെപ്പറ്റി സംസാരിക്കുകയും അത് കഴിയുമ്പോൾ പൂർവാധികം ശക്തിയായിട്ട് മറക്കുകയും ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ എല്ലാ കാര്യങ്ങളിലും നമുക്കുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ഹേമ കമ്മിറ്റി പോയി, ആ ചർച്ച പോയി. പിന്നെ അടുത്തത് കാരണം വന്നു, അത് വന്നു, ചർച്ച ചെയ്തു. ഇപ്പോൾ വയനാട് ദുരന്തം വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളിൽ അതിനെപ്പറ്റി ചർച്ച നടത്തുക. അത് കഴിഞ്ഞാൽ പിന്നെ ചർച്ചയില്ല. പിന്നെ നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ മാസം 6-ാം തീയതി എല്ലാ വർഷവും ഒരു ചടങ്ങ് പോലെ ആചരിക്കും. എന്നിട്ട് ഇവിടുത്തെ സാമൂഹിക സംഘടനകളെല്ലാം കൂടെ കൂടി എവിടുന്നേലും കുറച്ച് മരത്തെ കൊണ്ടുപോയി നാട് നീളഞ്ഞിട്ട് പോകും. 2 ദിവസം കഴിയുമ്പോൾ വെയിലടിക്കുമ്പോൾ മുഴുവൻ കരിഞ്ഞു പോകും. പിറ്റേ വർഷം അതേ കുഴിയിൽ തന്നെ കൊണ്ടുപോയി വീണ്ടും മരത്തെ കൊണ്ടുപോയി നിൽക്കും.
ഇങ്ങനെ ഒരു അനുഷ്ഠാന കലയാക്കി ഇതിനെ മാറ്റുമെന്നല്ലാതെ യഥാർത്ഥ ഒരു വിഷയങ്ങളിലേക്ക് വരുത്താനും എന്നിട്ട് അതിൻ്റെ വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ജീവിക്കാനുമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാനല്ല ശ്രമിക്കുന്നത്. നമ്മൾ ഈ ശാസ്ത്ര പരിഷത്തിൻ്റെ ഒക്കെ പാട്ട് കേട്ടിട്ടുണ്ട്, എന്തിന് ധീരത, അതുണ്ട്. പിന്നെ നാളെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ സാധ്യമോ, ഇതൊക്കെ പാടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ, ഒന്നും പ്രായോഗിക പദത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അതിന് ഇവിടുത്തെ ഈ പറഞ്ഞ സമ്പദ്ഘടന തന്നെ ഒരു പ്രശ്നമാണ്. സാറ് പറഞ്ഞ ഈ ഫോസിൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഇന്ധനങ്ങൾ കാലങ്ങൾ കൊണ്ടുള്ള മാറ്റത്തിൽ അനിവാര്യമായിരുന്നു. അതൊന്നും നമ്മൾ അംഗീകരിച്ചേ വേണം. പുരോഗതിയുടെ ഒരു പാതയിലെ ഏറ്റവും വലിയ സംഗതികളാണ്. പക്ഷേ അതോടൊപ്പം ഈ നമ്മുടെ രാജ്യത്തേക്ക് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം യൂറോപ്യൻ യൂണിയനും കാർബൺ ഫണ്ടും അങ്ങനെയൊക്കെ നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴാണ്. നമ്മുടെ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഏരിയ അങ്ങനെ അങ്ങ് കുറഞ്ഞു പോയിട്ടില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ട ഫോറസ്റ്റൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴും സാർ മുമ്പേ പറഞ്ഞ 50 വർഷത്തിന് മുമ്പ് 60 വർഷം മുമ്പ് ഇവിടെയൊക്കെ വനമായിരുന്നു. അത് ഇല്ലെന്നായി. പക്ഷേ അതിൻ്റെ അനിവാര്യമായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇത് ഓക്കെ. അതെ, നല്ല സംഭവം അങ്ങനെയാണെങ്കിലും അപ്പം ഇതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അപകടരഹിതമായൊരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് നിർദ്ദേശങ്ങൾ വെക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതെ, ഈ വനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 29%, 28% 29% നമുക്ക് വനമുണ്ട്. അത് നമ്മുടെ നാഷണൽ ആവറേജിനൊക്കെ വളരെ മുകളിലാണ്. ഇവിടുത്തെ ഡിഫോറസ്റ്റേഷനൊന്നും അല്ല, ഇത് ആമസോൺ വനങ്ങളിലൊക്കെ മില്യൺ ഏക്കർ കണക്കിന് ഇത് ഫോറസ്റ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വികസനവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആമസോൺ. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കാർബണാണ് ഇതിൻ്റെ പ്രധാന വില്ലന്, ഈ ചൂട് കൂടുന്നതിനുള്ള പ്രധാന വില്ലൻ. ഈ കാർബണെ നമ്മുടെ ഫോട്ടോസിന്തസിസ് കൊണ്ട് ഓക്സിജനായിട്ട് മാറ്റുന്ന ഒരു വലിയ ഫാക്ടറിയാണ് ഈ സസ്യങ്ങൾ. അത് നശിക്കുന്നതോടുകൂടി അതിലുള്ള യൂട്ടിലൈസേഷൻ കുറയും, കാർബണും മിഥൈലും എക്സസ് ആവും. അത് രണ്ടുമാണ് ചൂട് കൂട്ടുന്നത്. അതെ അതെ. ഒരു ആദ്യകാലത്ത് ഈ കാർബണും മിഥൈലും കാർബൺ ഡയോക്സൈഡ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്സിജൻ ഇല്ലായിരുന്നാണ് പറയുന്നത്. നൈട്രജൻ ഓക്സിജൻ ഇല്ലാതെ നീരാവിയായിട്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതായത് ചുട്ടുപഴുത്ത ഒരു സാധനമായിരുന്നു ഭൂമി എന്ന് പറയുന്ന സാധനം. അതിനിടയ്ക്ക് ഈ ഓക്സിജൻ്റെ ഒരു ആവിർഭാവം വന്നതോടുകൂടിയാണ് സാറി പറഞ്ഞ പോലെ ഇത് മൊത്തം തണുത്തുറഞ്ഞ് ഹിമമായി മാറി. മൊത്തം അന്ന് ഈ വെള്ളം അതിനകത്ത് കൂട്ട് മൊത്തം ഐസായിരുന്നു. അങ്ങനെ ഭൂമി ഒരിടയ്ക്ക് ചുട്ടുപഴുത്ത് നിന്നിട്ട് നേരെ ഓക്സിജൻ്റെ ആവിർഭാവത്തോടു കൂടി അത് തണുത്തുറഞ്ഞ് ഐസായിട്ട് മാറി. പിന്നെ ഉണ്ടായ ഭൂമിക്ക് അതിലുണ്ടായ വ്യതിയാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ കോടാനുകൂടി വർഷങ്ങൾ കൊണ്ട് 200 കോടി വർഷങ്ങളൊക്കെ 200 കോടി നമുക്ക് പറഞ്ഞാൽ 200 കോടി വർഷം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാം. അതിനിടയ്ക്ക് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഒരു ചെരുവും ഭൂമിക്കുള്ളിലുണ്ടാകുന്ന മർദ്ദത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ഫലമായിട്ടാണ് ഇവിടെ വീണ്ടും അല്പം ഈ കാർബൺ വേണം. എന്നാലേ ചൂട് വരത്തുള്ളൂ. ചൂട് വന്നാലേ ഇവിടെ ജീവിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഭൂമിക്കൊരു സന്തുലനാവസ്ഥയുണ്ട്. അവിടെയാണ് പ്രശ്നം, ബാലൻസിങ്. ഈ ബാലൻസിങ്ങിനെ ഇംബാലൻസ് ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിട്ട് പറയുന്നത്. ഭൂമി പ്രകൃതി തന്നെ വരുത്തുന്ന മാറ്റങ്ങളെ ഒരാൾക്കും ദൈവത്തിനല്ലാതെ വേറെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അത് പ്രകൃതി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. ജീവൻ ഉണ്ടാകാൻ വേണ്ടൊരു മാറ്റമുണ്ട്, ജീവൻ നശിപ്പിക്കാനൊരു ഇവിടെ ദിനോസറുകളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനെ മുഴുവൻ നശിപ്പിച്ച് ആ വംശനാശം വരുത്തി കളഞ്ഞില്ലേ. അതിന് ശേഷമല്ലേ ഭൂമി മനുഷ്യനുണ്ടായിട്ട് 70,000 വർഷമായിട്ടുള്ളതാണ് പറയുന്നത്. അത് ഈ നമ്മുടെ ഈ സൈലൻറ്റ് വാലിയൊക്കെ പ്രശ്നം വന്നപ്പോഴേ സൈലൻറ്റ് വാലി ഉപേക്ഷിക്കുന്ന സമയത്ത് നമ്മളൊരു 40 വർഷത്തിന് മുമ്പ് ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലൊന്നും നമ്മൾ കണ്ടില്ല. അന്നൊരു ഓൾട്ടർനേറ്റീവ് പറഞ്ഞ് നമുക്ക് കോൾ ഉപയോഗിച്ച് കൽക്കരി ഉപയോഗിച്ച് നമുക്കൊരു താപവൈദ്യുത നിലയം ഉണ്ടാക്കാമെന്നാണ് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് പറഞ്ഞത്. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ വന്നപ്പോഴാണ് ഇത് നമ്മുടെയും കൂടെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ കേരളം വലിയ സേഫാണ് എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു നമ്മൾ ഇരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇതിനെക്കുറിച്ചൊരു ചിന്ത തന്നെ വന്നത്. ഇപ്പോൾ ഈ വലിയ മഴ ഉണ്ടാകുന്നത് അതിന് കാരണം ഈ അന്തരീക്ഷം ചൂടാകുന്നു, കൂടുതൽ നീരാവി ഉണ്ടാകുന്നു. പണ്ടൊക്കെ ഒരു 6-7 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഡയമീറ്ററുള്ള
മഴമേഘങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഇപ്പം 13, 14, 16 കിലോമീറ്റർ വിസ്തൃതിയുള്ള, അത് നേരെ എടുത്തിയായിരുന്നല്ല, അപ്പം അത്രയും വ്യാസം കൂടുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പവും കൂടുകയാണ്. അതൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പെയ്ത് ഇറങ്ങുമ്പോൾ ആ ക്ലൗഡ് ബേസ്റ്റ് നടന്നു കഴിയുമ്പോഴത്തേന് ഇതൊരിക്കലും എത്ര ഒരു 22 ഡിഗ്രിയാണ് ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, വലിയ കുഴപ്പമില്ലാത്ത. അതിൽ കൂടിയ ഒരു സ്ഥലത്ത് ഇത് പെയ്തിറങ്ങിയാൽ ഇത് ഒരിക്കലും അതിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ സ്ഥലം ഒലിച്ചങ്ങ് പോകും. അതിൻ്റെ നമ്മൾ കാണുന്നില്ല, ഈ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായത് വേഗവിസ്ഫോടനം എന്നുള്ള പേര് അറിയപ്പെടുന്ന ഇതാ. ചൂട് കൂടുന്നതിനനുസരിച്ച് ഭൂമിയിൽ നിന്നുള്ള നീരാവി മുകളിലോട്ട് പോകും. അതെ, ഒരു ദിവസം പെയ്യേണ്ട മഴ 1 മണിക്കൂർ കൊണ്ട് പെയ്തിറങ്ങുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരിക്കലും മഴ പെയ്യാത്ത UAE-യിൽ ഒരു മാസം പെയ്യേണ്ട മഴ ഒരു ദിവസം പെയ്തു. 1 മാസം പെയ്യേണ്ട മഴ അവിടെ മുഴുവൻ വെള്ളം. അതായത് ഈ പ്രതിഭാസങ്ങൾ ഓരോന്ന് മാറി നമ്മൾ കേട്ട് കേൾവില്ലാത്ത സൈസ് രോഗങ്ങൾ പറയുന്ന പോലെ എല്ലിനോ ലാലിനോ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിണതഫലമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മഴ പെയ്യാത്ത സ്ഥലത്ത് അതിവൃഷ്ടി ഉണ്ടാകുന്നു. മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അതിരൂക്ഷമായ വരൾച്ച ഉണ്ടാകുന്നു. ശക്തമായ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു. ഓരോ രാജ്യത്തിനും പേരിട്ട് നമ്മൾ കേൾക്കില്ലാത്ത കത്രീന എന്നൊക്കെ പറഞ്ഞ് കൊടുങ്കാറ്റ് അമേരിക്കയിലുള്ളപ്പോൾ നമ്മൾ തന്നെ ഉഷുവോ ഇവിടെയൊക്കെ ഇന്ത്യ മഹാസമുദ്രത്തിലുണ്ടാകുന്ന കൊടുങ്കാറ്റുകൾ ഓരോ ദിവസവും ഓരോ കൊടുങ്കാറ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ രീതിയിലുള്ള കൊടുങ്കാറ്റും മറ്റു കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പരിണിത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജീവജാലങ്ങളും മനുഷ്യരുമാണ്. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. നമ്മളിപ്പം പറയുമ്പം പലരും പറയുന്നു ഇത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇപ്പം ചൈന, ഏഷ്യയൊക്കെ എടുക്കാൻ അവിടെ ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്, യൂറോപ്പിലും ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ മറ്റേ ഇത് ഫോറസ്റ്റ് ഫയർ, കാനഡയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അവിടെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്ത് ഈ ചൂട് കൂടി കുറെ ആൾക്കാർ 44 ഡിഗ്രി ചൂട് വന്നു ഒരു ദിവസം. അത് കൂടി കുറെ ആൾക്കാർ മരിച്ചു. യൂറോപ്പിൽ തണുപ്പ് പറഞ്ഞു. അതുപോലെ ഈ ആഫ്രിക്കയിലൊക്കെ വളരെയധികം ഉണക്ക്, വെള്ളം കിട്ടാത്ത അവസ്ഥ. ഇതെല്ലാം കാനഡയെ പറ്റി പറയുമ്പം വേറെ ശ്രദ്ധിക്കാൻ ഒരു പ്രധാന പോയിന്റുണ്ട്. കേരളത്തിലുള്ള ജനസംഖ്യയെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമായ കാനഡയിലുള്ളൂ. എന്നിട്ട് അവിടെ തീപിടുത്തം ഉണ്ടായപ്പോൾ ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പം ജനസാന്ദ്രത എത്രയോ കുറവാണ്. എന്നിട്ടും മരണം ഉണ്ടാകുന്ന അല്ല, അവരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് അവര് പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ്. അതിനകത്തെ ഓൾട്ടർനേറ്റീവിനെ പറ്റി ചിന്തിക്കുന്നില്ല സാറേ ഇതിനകത്ത് പ്രശ്നം. ഞാൻ അതിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്, ഇത് ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഭൂമി ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫോസിൽസ്, അത് പെട്രോളിയം ആവാം അല്ലെങ്കിൽ കൽക്കരി ആവാം. അതുപോലെ തന്നെ ആ സാധനം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് എടുത്ത് താഴെ നിന്ന് കുലുക്കിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കത്തിച്ച് നമുക്ക് അതിന് ദ്രോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് കാരണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നമുക്ക് ഊർജ്ജം വേണം. പഴയ പോലല്ല, കൊടാനുകൂടി വാഹനങ്ങൾ ഓടുന്നു, മറ്റു ഊർജ്ജ സംവിധാനങ്ങൾ വേണം. മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എനർജി ഇല്ലാതെ, മനുഷ്യ എനർജി അല്ലാതെ, എക്സ്ട്രാ എനർജി ഇല്ലാതെ ഒരു സെക്കൻഡ് ജീവിക്കാൻ പറ്റില്ല. വൈദ്യുതി ഇല്ലാതെ ഒരു നിമിഷത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മനുഷ്യൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ഫോസിലിനെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ കൽക്കരി കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കിയാലും കത്തിത്തീരുന്നത് ഈ കൽക്കരി മണ്ടലോട്ട് പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ആണവ നിലയങ്ങളെ സംബന്ധിച്ചുള്ള അതിൻ്റെ ആണവ വികരണവും മറ്റു കാര്യങ്ങളും ആയി ബന്ധപ്പെട്ട അതിൻ്റെ ചില പ്രശ്നം. എന്നാൽ പോലും താരതമ്യേന ഈ കാർബൺ കത്തിക്കുന്ന അല്ലെങ്കിൽ കൽക്കരി കത്തിക്കുന്ന അത്ര വലിയ പ്രശ്നം പ്രകൃതിയിൽ ഉണ്ടാകുന്നില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം, ഒരു ദിവസം എത്ര കോടി ലിറ്റർ പെട്രോളും ഡീസലും ഈ വാഹനം ഓടുന്നതിന് വേണ്ടി ഇവിടെ കത്തിത്തീരുന്നുണ്ട്. വ്യോമ ആവശ്യത്തിന് വേണ്ടി കത്തിത്തീരുന്നുണ്ട്. നമുക്ക് നിങ്ങളൊന്ന് ഒരു പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഈ ഡൽഹി ആണെന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊള്യൂഷനുള്ള ഒരു ലോക തലസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ കൊറോണ വന്നപ്പോൾ ലോക്ക്ഡൗൺ വന്നു 2020, 4 മാസം അടുപ്പിച്ച് ലോക്ക്ഡൗൺ വന്നപ്പോൾ ഡൽഹിയിൽ നിന്ന് നോക്കിയ ഹിമാലയം കാണാമായിരുന്നാണ് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് നോക്കിയ ഹിമാലയത്തിൻ്റെ പാർശ്വങ്ങൾ കാണാൻ പറ്റും. അത്രമാത്രം അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമുക്ക് മരണക്കെണ്ണി ഒരുക്കുകയും അടുത്ത തലമുറയ്ക്ക് ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത, ഇത്രയും ചൂടാണെങ്കിൽ ഇനി അടുത്ത് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പരിധിയിൽ കവിഞ്ഞ് ചൂടിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം അസാധ്യമാവും. കുടിവെള്ളം 50 വർഷമോ 60 വർഷത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും അടുത്ത് ലോകമഹായുദ്ധം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. നമ്മളന്ന് പറഞ്ഞു ഇയാൾക്ക് വട്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരാൻ പോകുന്നത്
ഒരു 10-20 വർഷം മുമ്പ് നമ്മൾ ഈ കുടിവെള്ളം കുപ്പിവെള്ളത്തെ പറ്റി കുപ്പിയിലാക്കി വെക്കുന്നതിനെ കുപ്പിക്കകത്ത് കുടിവെള്ളം മേടിച്ച് കുടിക്കുന്ന കുബേരനായിരുന്നു അന്ന്. അല്ലേ? അല്ല അതില്ലല്ലോ ഇത്. അന്നില്ല. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അന്ന് ദീർഘവീക്ഷണമുള്ള ആളുകൾ കുപ്പിക്കകത്ത് കുടിവെള്ളം ഉണ്ടാക്കി വിറ്റ് അവൻ കോടീശ്വരനായി. ഞാൻ പറഞ്ഞത് അത് ദീർഘവീക്ഷണം എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവിറ്റി പറ്റി ഗൗരവമായൊരു പഠനം നടക്കുന്നില്ല. അതുപോലെ തന്നെ കടലുണ്ടല്ലോ സാറേ, കടൽ എന്ന് പറഞ്ഞാൽ 70% ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന കടലിലെ ആൽഗയും ബാക്ടീരിയയാണ്. ഈ കടലിനെ നമ്മൾ എന്ത് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്? എല്ലാ മാലിന്യങ്ങളും ചെന്നപ്പെടുന്ന കടലിലേക്കാണ്. അതിനെ നമ്മളിവിടെ ഇഷ്ടം പോലെ വെള്ളം നമുക്ക് ആവശ്യത്തിലും കൂടുതലുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാം പ്രകൃതിയിലുണ്ട്, അത്യാഗ്രഹത്തിനുള്ളതൊന്നും ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇത്രയും വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ ഈ ജലത്തിൻ്റെ കണിക തേടി മറ്റേ ചന്ദ്രനിലേക്ക് പോവുകയാണ്. ഇവിടെ ഇത്രയും വെള്ളം നമ്മൾ മലിനപ്പെടുത്തുകയും നശിപ്പിച്ച് കളഞ്ഞിട്ട് കോടികൾ മുടക്കി നമ്മൾ ചന്ദ്രനിലേക്കൊക്കെ പോവുകയാണ്. പക്ഷേ ഇവിടെ അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. എനിക്ക് ആ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇത് പ്രധാനമായിട്ട് വന്നു. നമ്മൾ ക്യാഷ് ദം എന്ന് പറയുകയല്ലേ, നമ്മൾ കുട്ടിയായിരിക്കുമ്പം തന്നെ നമ്മളെ പ്രൈമറി സ്കൂളിൽ തന്നെ രാജ്യസ്നേഹവും ഇതുപോലെയുള്ള മാലിന്യ നിർമ്മാർജ്ജനവും മറ്റുള്ള പരിസ്ഥിതി സ്നേഹവും മറ്റുള്ള ബഹുമാനിക്കാനൊക്കെ നമ്മുടെ ആ ഇതിലെ പാഠ്യഭാഗത്തിൽ വന്നെങ്കിൽ ബേസിക്കായിട്ട് മറ്റു പല കാര്യങ്ങളും ജപ്പാൻ എടുത്താലും അങ്ങനെ അവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റം ആ ഭാഗത്ത് അവരിൽ കാണുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട. നമ്മളിപ്പോൾ 90% അല്ല ആളുകളും ഇപ്പോൾ ഈ ഭൂമി കഴിയുന്നുള്ള ഗ്രൗണ്ട് വാട്ടറിനെ മാറ്റിയിട്ട് ബോർവെല്ലിനെ ആശ്രയിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഒരു വർഷം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ ടെറസിൽ ഒരു മഴക്കാലത്ത് 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ലിറ്റർ വെള്ളം പെയ്തിറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അത് മുഴുവൻ ഈ ഓസികൾ പോകുന്ന പോലെ മലിനീകരിക്കപ്പെട്ട് അത് കടലിലേക്ക് ഒഴുകി പോവുകയും വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 2 മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഇല്ലെന്നും പറയും നമ്മൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ കുടിവെള്ളത്തിൻ്റെ അഭാവം ഉണ്ടാക്കി. അത് ഇതൊന്ന് ശാസ്ത്രീയമായിട്ട് സംഭരിച്ച് വെക്കുവാനോ നാളുകളിലേക്ക് സംഭരിക്കുവാനോ നാളുകളിൽ ഈ ഭൂമിയിലേക്ക് തന്നെ ഇതിനെ റീചാർജ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ വർദ്ധിപ്പിക്കുവാനോ പറ്റുന്ന പഠനങ്ങളോ അതിന് അവിടെ ഇവിടെയൊക്കെ ഓരോ ചെയ്യുന്നുണ്ടെന്നല്ലാതെ അത് ശാസ്ത്രീയമായിട്ട് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റില്ല. അതൊക്കെ ഒരു ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ഭൂഗർഭജലം ഉണ്ടാകുന്നത് നമ്മൾ ഉണ്ടാകുന്നതിൻ്റെ 70% ഇരട്ടിയാണ് നമ്മൾ തിരിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലൊക്കെ ഈ റീചാർജ് വളരെ ശാസ്ത്രീയമായിട്ട് ഫിൽട്ടർ ചെയ്ത് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കുടിവെള്ളത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് മാറുമെന്ന് മാത്രമല്ല നമ്മുടെ ഫ്ലഡിനെയും തടയും. ഇത്രയും വെള്ളം ഒഴുകാതിരിക്കും. വെള്ളപ്പൊക്കം ഒഴിവാക്കി എടുക്കാൻ പറ്റും. അതെ, മറ്റു മണ്ണൊലിപ്പ് ഒഴിവാക്കി നിർത്താൻ പറ്റും. അതിലേക്ക് ആളുകളെ ചുമതലപ്പെടുത്താൻ ഒരു ഭരണ സംവിധാനങ്ങൾക്ക് നിസ്സാരമായിട്ട് കഴിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒരു കെട്ടിട നിർമ്മാണത്തിന് ലൈസൻസ് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, അത് നിർത്താൻ ഇവിടെ ഇല്ലാത്തത്. അതുപോലെ തന്നെ അടുത്തത് കാര്യം നമ്മുടെ കെട്ടിടം പണിയാനായി മറ്റേ മഴവെള്ള സംഭരണം വേണമെന്നൊക്കെ ഉണ്ട്. എത്ര വീടുകളിൽ ഇത് പണിയുന്നുണ്ട്. അത് പല കാരണങ്ങളാണ് പറയുന്നത്. ഇവിടെ അത്രയും അങ്ങനെ നിർബന്ധിതമായിട്ട് ഇല്ല. തമിഴ്നാട്ടിലത് കർശനമായിട്ട് പറയുന്നുണ്ട്, ആക്കി വരുന്നുണ്ട്. അല്ല, നിയമമുണ്ട്. നിയമം ഉണ്ടെങ്കിൽ മനുഷ്യനെ അതിനുള്ള ഞാൻ സാറ് പറഞ്ഞു ഇതെല്ലാം ഉണ്ടല്ലോ. നിയമം കൊണ്ടും നടപ്പിലാക്കേണ്ടതുണ്ട്, സ്വയം ബോധ്യത്തിൽ നിന്ന് നടപ്പിലാക്കേണ്ടതുണ്ട്. ഞാൻ എനിക്ക് ജീവിക്കണമെന്നും കഴിക്കണമെന്നുള്ളത് വേറെ ആരും പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ തന്നെ എനിക്ക് ബോധ്യം വരും ഇത് ഈ പ്രകൃതി നിലനിന്നാലേ എനിക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു അറിവ്. എന്തുകൊണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും പാറയുള്ളടുത്ത് പൊട്ടിച്ച് തന്നെ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആളുകൾ. ഇവിടെ റോഡ് പണിയതിന് പാറ വേണ്ടേ, കെട്ടിടം പണിയതിന് പാറ വേണ്ടേ, അണക്കെട്ട് പണിയതിന് പാറ വേണ്ടേ, റെയിൽവേ വേണ്ടേ പാറ വേണ്ടേ, പിന്നെ പാറ പിന്നെ ഇവിടുന്ന് ചതുരയിൽ നിന്ന് കൊണ്ടുവരുമോ, പിന്നെ പാറ പൊട്ടിക്കണ്ടേ? പാറ പൊട്ടിക്കരുത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് പ്രകൃതിയുടെ ഈ പറഞ്ഞ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് അല്ലാതെ ഉള്ള സ്ഥലത്തു നിന്ന് പാറ പൊട്ടിക്കാൻ പറ്റണം. അല്ല, പാറ പൊട്ടിക്കുന്നതിനും മരം വെട്ടുന്നതൊന്നും ഇതല്ല, ഇത് വേണ്ടെന്ന് വെക്കുന്ന കാര്യമില്ല. അതിനൊരു ലോജിക്കലായിട്ട് എവിടുന്ന് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള നല്ല വലിയ മരം ഉണ്ടെങ്കിൽ അത് വെട്ടി വീട് വെക്കാം. മറ്റേ ബാക്കിയുള്ള സിമെന്റ് കൊണ്ടുണ്ടാക്കുന്നതിലും പരിസ്ഥിതിക്ക് കുറച്ച് ആഘാതം ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ അന്നേരം നമ്മൾ വേറൊരു മരം അവിടെ വെക്കാൻ, ഇപ്പം നമ്മൾ ഫലപുഷ്ടിയുള്ള മരം വെക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ അത് നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഉണ്ടാക്കുന്നതിനെ പറ്റി പൊതുവേ പൊതുമുതൽ നശിപ്പിച്ച് നമ്മൾ ശീലിച്ചു പോയി. അതാണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മുടെ നാടിനെ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ തലമുറയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കണം.
അതുപോലൊക്കെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കും. നമ്മളിപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മൾ 2030 EVM-ലേക്ക് വരും എന്നൊക്കെ പറയുകയും മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ഗൗരവമായ ഒരു പിന്നെ മനുഷ്യന് അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണ ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം 15 ലക്ഷം 10 ലക്ഷം 12 ലക്ഷം രൂപ ഉള്ള സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സ്കൂട്ടർ, ചെറു ദൂരം, നല്ല കാറെല്ലാം അവർ. അത് സാധാരണക്കാരനേക്ക് വരികയും അവൻ ബാറ്ററി തീരുന്ന മുറയ്ക്ക് അത് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിൽ ലോകമെമ്പാടുമുള്ള ഒരു സംവിധാനം വന്നാൽ തന്നെ ഈ പെട്രോളിയം ഡീസലിൻ്റെ ഉപയോഗം എത്രമാത്രം കുറയ്ക്കാൻ പറ്റും? അതിന് തഴങ്കം വെക്കുന്ന ഒരു മാഫിയ ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ട്. US ഈ ഒരു വേവ് വന്നാണ് ഒരു വർഷങ്ങൾ മുമ്പ്. പക്ഷെ അതിനെ അവരുടെ ഒരു മാഫിയ തുരങ്കം വെച്ചിട്ടാണ് അത് പുറകോട്ട് പോയത്. ഇപ്പോഴും അവിടെ അധികം വാഹനങ്ങളും ഈ ഫ്യൂവലിൽ ഓടുന്നത് തന്നെയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ കുറവാണ്. ഇപ്പം പിന്നെ ഇച്ചിരിയൊക്കെ നമ്മുടെ ഇവിടെ വന്ന പോലെ ഇപ്പം ശരിക്കും അന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലെ മുഴുവൻ വാഹനങ്ങളും ഇലക്ട്രിക് ആയിട്ടുണ്ടായിരുന്നു. അതിനെ തുരങ്കം വെച്ചത് ഈ മാഫിയയാണ്. വേൾഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ലോക സമ്പത്ത് ബേസ് 2 എണ്ണത്തിലാണ് നിൽക്കുന്നത് പറയുന്നത്. ഒന്ന് സ്വർണത്തിലും ഒന്ന് പെട്രോളിയം ഉൽപ്പന്നത്തിലും. സ്വർണത്തിനും രണ്ടിനും ഇവന്മാരുടെ കയ്യിലാണ് ഈ വേൾഡ് എക്കണോമി നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ മുഴുവൻ ഇവന്മാരുടെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന സാധനം ഈ പെട്രോളിയമാണ്. ക്രൂഡ് ഓയിൽ. അപ്പോൾ ആ അമേരിക്ക ഈ ഇടയ്ക്ക് എങ്ങാണ്ട് അവരുടെ ഗ്രീൻലാൻഡിലെങ്ങാണ്ട് 200-500 വർഷക്കാലത്തേക്ക് ലോകം മുഴുവൻ കൊടുത്താലും തീരുകയില്ലാത്ത പോലെ പിന്നെ ഒരു പെട്രോളിയം മല കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മല. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുഴിച്ചെടുക്കില്ല. അത് പ്രത്യേക രീതിയിൽ അത് ബ്രോക്കൺ ചെയ്യുമ്പോൾ, ഈ സാധനം ബ്രോക്കൺ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഇത് എടുക്കുവാണ്. അല്ലാതെ നമ്മൾ ഡ്രില്ല് ചെയ്യുമല്ല. എന്തൊക്കെയോ നടക്കുന്നു. ഏതായാലും ഇവന്മാർ ഇപ്പോഴും ഈ ഫോസിലിൽ നിന്ന് വിട്ടുപിടിക്കാൻ ഇവന്മാർ തയ്യാറായത്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ തയ്യാറായത്. എന്നിട്ട് ജനീവ ഉച്ചകോടിയാണ്, പാരീസ് ആണ്, ഹേഗൻകോടാണ് എന്ന് പറഞ്ഞ് എല്ലാ വർഷവും ഇവിടുത്തെ UN-ൻ്റെ നേതൃത്വത്തിൽ എല്ലാ രാജ്യത്തലവന്മാരും അവിടെ പോയിരുന്നു ചായ കുടിച്ചിട്ട് ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് കാർബൺ എമിഷൻ നീ ഇത്ര കുറയ്ക്ക്, നീ മറ്റെത്ര കുറയ്ക്ക്. അമേരിക്കക്കാരനോട് പറയുമ്പോൾ എനിക്ക് സൗകര്യം എന്ന് പറയും. അതുകൊണ്ട് ഇന്ത്യക്കാരനോട് പറയുമ്പോൾ ഞങ്ങൾ എമിഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾക്ക് 10-100 വർഷം കൂടെ എമിഷൻ നടത്താനുള്ള അവസരം തരണം. അല്ല, ഇതെല്ലാം സമ്മതിച്ചു പോന്നിട്ടും 2040 നമ്മുടെ എനർജി പ്ലാൻ ഇരിക്കുന്ന കോൾ ബേസ്ഡാ, കൽക്കരി ബേസ്ഡാണ്. ഇതെല്ലാം അവിടെ പോയി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഓൾട്ടർനേറ്റീവ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ അത് വ്യാപകമാക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ എനർജി നമുക്ക് യൂസ് ചെയ്യാം, നന്നായിട്ട് വിൻമിൽസ് ചെയ്യാം, ഒത്തിരി സാഹചര്യങ്ങൾ. ഇതിനൊക്കെ ഉള്ളൊരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല. നിന്ന് മാറി ചിന്തിക്കാനുള്ള ഇഷ്ടംപോലെ ഈ ചന്ദ്രനിൽ മനുഷ്യനെ വിടാൻ അത്ര ശേഷിയുള്ള ശാസ്ത്ര സംവിധാനം ഉള്ളിടത്ത് ഈ ഫോസിലല്ലാതെ എനർജി ഉണ്ടാക്കാൻ പറ്റിയതെന്നൊന്നും പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. തിരമാലകളിൽ ഇനിയിപ്പം അടുത്ത ഇത് വരുന്ന വെള്ളം വിവരിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കിയിട്ട്. ഹൈഡ്രജൻ നല്ല ഫ്യൂവലാണ്. അപ്പം നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം, ഒരു ഡാം, അതിൻ്റെ മുകളിലും നിറച്ച് സോളാർ പാനൽ, അതിൻ്റെ അടിയിൽ ഹൈഡൽ ടൂറിസം, അതിൻ്റെ താഴെ ഒരു പ്ലാന്റ്, അവിടുന്ന് ഹൈഡ്രജൻ ഉണ്ടാകുന്നു, ഇവിടുന്ന് കൊച്ചിയിലേക്ക് പൈപ്പ് വഴി പോകുന്നു, അതിൻ്റെ ഇടയ്ക്കെല്ലാം ഔട്ട്ലെറ്റ്, അവിടുന്ന് എക്സ്പോർട്ട്, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെടുന്ന പണം ഇതിന് വേണ്ടി കൺവേർട്ട് ചെയ്താൽ ബോധവും ബുദ്ധിയും ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച് ഇതെല്ലാം ചെയ്തു തരും. പക്ഷേ ആ മേഖലകളിലേക്ക് എന്നിട്ടിപ്പം വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2200 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നത്. മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടിയിട്ട്, മേഘവിസ്ഫോടനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടിയിട്ട് 2200 കോടി രൂപ കേന്ദ്ര അതും പാരലായിട്ട് നടക്കട്ടെ സാർ. ഈ 2200 കോടി എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നുമല്ല കേരള സംസ്ഥാനം. പക്ഷെ അത് നടക്കട്ടെ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോഴാണ് അതിനെ ഫേസ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പം കടൽക്ഷോഭം വരുമ്പം കടൽ ഭിത്തി കെട്ടാൻ നോക്കും. ഇവിടെ മണ്ണിരിഞ്ഞ ആൾക്കാർ പോകുമ്പോഴത്തേനും അവർക്ക് പുനരവസ്ഥ നോക്കും. പക്ഷേ ഇത് വരാതെ ആൾക്കാരെ കുറച്ച് പേരെങ്കിലും ഇതിനു മുമ്പ് മാറ്റി പാർപ്പിക്കും. അത് സ്റ്റഡി ഉള്ളതാണ്.
റെക്കമെൻഡേഷനുള്ള മാറ്റി പാർപ്പിക്കാതെ അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ മുതലക്കണ്ണി ഒഴുക്കുന്നതിൽ യാതൊരു പിരിവ് നടത്തും. 100 വീട് വെച്ച് കൊടുക്കാന്ന് ഒരുത്തം പറയും, എന്നാലും മറ്റോ പറയും ഞാൻ 250 വെച്ച് കൊടുക്കുന്നു പറയും. അവസാനം ആർക്കും വീടുമില്ല, അതിനാർക്കും വീടുമില്ല കൂടുമില്ല, കാശ് പിരിക്കാൻ ആ വഴിക്ക് പോകും. അവിടെ ദുരിതം അനുഭവിക്കുന്നവൻ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ജീവിതം എന്നും പിന്നെ ദുരന്ത മേഖലയിൽ തന്നെ കെട്ടടങ്ങി തീരപ്പെടും. അല്ല, ഇത് അത്യാവശ്യം ഇപ്പം ഇവിടെ മുണ്ടക്കൈയൊക്കെ എൻ്റെ ഒരു വിഷയത്തിൽ പറഞ്ഞ് ഒരു ഓറഞ്ച് അലർട്ട് എങ്കിലും പ്രഖ്യാപിക്കുമ്പം ഇവർക്ക് ആ മേഖലയിൽ നിന്ന് മാറി സേഫായിട്ടുള്ളിടത്ത് ഇവർക്ക് ഒന്നിച്ച് ആ രാത്രി കഴിയാനുള്ള ഒരു ഷെൽട്ടറെങ്കിലും ഉണ്ടാക്കിയാൽ ജീവൻ രക്ഷപ്പെടുത്താൻ അത്രയായി. കാരണം ഇവർ വീടൊക്കെ പോയാലും നമുക്ക് നിൽക്കുന്നത് ഈ ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലെങ്കിലും ഇനിഷ്യലായിട്ടൊരു മൂവ്മെൻറ്റ് നടത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ ഇടുക്കിയിലൊക്കെ ആണെങ്കിലും ധാരാളം സ്ഥലങ്ങളുണ്ട്. പേടിയാവും. ചില മഴക്കാലത്തൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തോടൊക്കെ ഇറങ്ങുന്നത് എങ്ങനെ ഈ മനുഷ്യരോട് താമസിക്കുക, എന്നാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. നമ്മളാരും സേഫ് സോണാന്നല്ല ഞാൻ പറഞ്ഞിടത്തും. ഇപ്പോൾ ലാൻഡ് സൈഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ മലയൊന്നും വേണ്ട, പിന്നെ ഒരു ചെറിയ ചെരിവുള്ളിടത്തൊക്കെ ലാൻഡ് സൈഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അടിയിലൊരു പ്രത്യേക രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ട് അത് പൊട്ടിത്തെറിക്കുന്ന സംവിധാനമൊക്കെ ആയിട്ട് വരിക. ഈ അമിതമായ മഴയുടെ ഈ തീവ്ര മഴ ഉണ്ടാകുന്നതിന് പേരിൽ നമ്മുടെ ഈ മണ്ണിനൊക്കെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ മണ്ണിനൊന്നും ഇത്ര തീവ്ര മഴ താങ്ങാനുള്ള ഉറപ്പില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിന് ചെറിയ ഇക്കണോമിക്കലി സെൻസിറ്റീവ് ഏരിയ തന്നെയാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഗാഡ്ഗിലിന്റെ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്ന പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി സെൻസിറ്റീവ് ഏരിയ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇവിടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കയറി കർഷകരുടെ തലയ്ക്ക് ഇത് വരുന്ന രീതിയിൽ പരിവർത്തനം ചെയ്ത് അവതരിപ്പിക്കുന്നതിൽ വേറൊരു വിഭാഗം ശുഷ്കാന്തി കാണിച്ചിടത്താണ് ഗാഡ്ഗിലിനെ മൊത്തം തള്ളിപ്പറയേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. സാറേ, ഒരു റെക്കമെൻഡേഷൻസ് അത് പല രീതിയിലാകും. ഇപ്പോൾ ഇവിടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയും ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവിടുന്ന് മാറുക എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം വളരെ ചെരിവ് കൂടിയ സ്ഥലത്തെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാം, ഒരു സൊല്യൂഷന്. അല്ലെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ഈ റിട്ടൈനിങ് വാൾസ് ഉണ്ടാക്കിയിട്ട് ഇത് മണ്ണിലൊക്കെ ബലപ്പെടുത്തലുണ്ടാക്കാം. അങ്ങനെ ഒരു പ്രശ്നത്തിന് പല സൊല്യൂഷൻ ഉണ്ട്. അത് എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴാണ് ജനങ്ങൾ എതിർപ്പ് വരുന്നത്. അത് ജനങ്ങൾക്കും കൂടെ അവരെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പരിഹാരം കാണുക എന്നുള്ളതാണ് അതിലെ ഒരു. ആരും മരിക്കാൻ തയ്യാറല്ല. ജീവിക്കുന്നത് ഒരു ജീവി പോലും ജനിച്ചാൽ സ്വയം മരിക്കാൻ അത് വളരെ ബോധം. അവർക്ക് ജീവന ഭീഷണി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാത്തിനും സഹകരിക്കും. പറഞ്ഞ ഇതല്ലല്ലോ പറയുന്നത്. നീ ഇവിടെ വന്ന് കട്ടുമുടിച്ചു, നിങ്ങളിവിടെ കട്ടുമുടിച്ച് അധികൃതമായിട്ട് കയറി ഇവിടെ നശിപ്പിച്ചതിന് പേര് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് എറണാകുളത്തിരിക്കുന്നവരും തൃശ്ശൂരിരിക്കുന്നവരും പറയുമ്പോഴാണല്ലോ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ പ്രശ്നം അവിടെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ജീവസന്ധാരണത്തിന് വേണ്ടി ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് സേഫ് ആയിട്ട് ഇന്നെ പോലെ ചെയ്താൽ നിനക്ക് നിന്റെ ജീവന് സേഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. ഇവരെല്ലാം തീറ്റിപ്പോറ്റുന്നവരല്ലേ. ഇപ്പം കുട്ടനാല കർഷകര നെല്ല് ഉൽപ്പാദിച്ചുകൊണ്ടല്ലേ ബാക്കിയുള്ള നഗരങ്ങളിലുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളിവിടെ കർമ്മ ഉൽപ്പാദിപ്പിച്ചില്ല അവനെ എ സി റൂമിൽ ഇരുന്നിട്ട് ഈ വർത്താനം വല്ലതും പറയാൻ പറ്റുമോ? അപ്പം അത് നമ്മൾ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. എല്ലാത്തിനും ഒരു എക്സ്ട്രീംസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. അത് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു ടാക്റ്റിക്കാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേനും ചെയ്യണ്ട. ESI വന്നു, നമ്മുടെ ദേശീയ ഉദ്യാനങ്ങളുടെ ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോണ് എന്ന് വേണ്ട ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കി ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ച് അതൊരു വലിയ സംസാര വിഷയമാക്കി മാറ്റി അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തി ഇതെല്ലാം കുറച്ച് ആളുകളെ കൂട്ടത്തിൽ നിർത്താനും അധികാരം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ചെപ്പടി വിത്തികളുടെ ഭാഗമാണ് ഇതൊക്കെ. ഇല്ലാത്ത വിഷയം ഇന്ന് വന്നാൽ കയ്യേറ്റങ്ങൾ കാര്യമായിട്ട് നടക്കുകയും ചെയ്യുന്നു. അതും മൂന്നാറും വാഗമണ്ണും പരിസ്ഥിതി ദുർബല പ്രദേശം ഇപ്പോൾ നമ്മുടെ ഉണ്ടല്ലേ പരുന്തുംപാറ കയ്യേറുന്നു. വാഗമണ്ണ് നമ്മുടെ പരിസ്ഥിതി ദുർബല പ്രദേശം അല്ല, നമ്മുടെ പുതിയ അല്ലേ. പക്ഷെ നമ്മളതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വലിയ നിർമ്മാണങ്ങൾക്കൊന്നും പറ്റുന്ന മണ്ണോ ഘടനയോ അവിടെ ഇല്ല എന്ന്. അല്ല, അത് ഈ ടെറൈൻ അനുസരിച്ച് ഇപ്പം സ്വിറ്റ്സർലൻഡിൽ പോയാൽ ഒരു മലയുണ്ടെങ്കിൽ ആ മല ഇടിക്കാതെ അതിൻ്റെ അനുസരിച്ചൊരു ബലപ്പെടുത്തിയുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. ഈവൻ ഇൻ ഊട്ടി പോലും ഇപ്പം അങ്ങനെ മാറിയിട്ടുണ്ട്. ഈ JCB അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നീലഗിരി ജില്ലയെ പറ്റത്തില്ല. ആദ്യം ഉണ്ടാക്കിയത് വെസ്റ്റേൺ ഘട്ടിൽ ആദ്യം നീലഗിരി ജില്ലയിലാണ് ഈ റെസ്ട്രിക്ഷൻ കൊണ്ടിരുന്നതും അവിടുത്തെ ഈ കൺസ്ട്രക്ഷൻസ് എല്ലാം ഒരു യൂണിഫോമിറ്റി ഉണ്ടായതും. സാർ നമുക്കറിയാമല്ലോ മൂന്നാർ ഡെവലപ്പ് ചെയ്തത് സായിപ്പന്മാരാ. അവിടെ തേയില കൊണ്ടുവന്നതും അവിടെ ട്രെയിൻ കൊണ്ടുവന്നതും ബംഗ്ലാവുകൾ പണിതതും എല്ലാം സായിപ്പന്മാരാ അല്ലേ.
അവരേതെങ്കിലും അവരുടെ ബംഗ്ലാവ് വാർക്ക കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇന്നും ഉണ്ട് അവരുടെ ബംഗ്ലാവുകളെല്ലാം. ഞാനും നിങ്ങളൊക്കെ താമസിക്കുന്ന ഇപ്പോൾ വാർക്ക കെട്ടിടത്തില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുക, ഓരോ ലാൻഡിനും അനുസരിച്ചുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ മണ്ണിന് ഇത് താങ്ങാനുള്ള ശേഷിയുണ്ടോ? നമ്മൾ പറയുമല്ലോ പാരിസ്ഥിതിക ആഘാത പഠനം. ഒരു വിമാനത്താവളം തുടങ്ങണമെങ്കിൽ 1000 ദിവസം ആഘാതം. ഒരു പരിധിവരെ അതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ ആഘാത പഠനം നടത്തിയിട്ട് പറഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയിൽ വാർക്ക കെട്ടിടം 2 നില 3 നില പണിയാൻ ശേഷിയുള്ള അല്ലെങ്കിൽ മണ്ണുറപ്പുള്ള പ്രദേശങ്ങൾ തുച്ഛമാണ്. അല്ല, അത് സോയിൽ സ്റ്റഡി നടത്തിയിട്ട് വേണം വലിയ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്താൻ. പിന്നെ അതിൻ്റെ ടെക്നോളജി ഉണ്ട്. നമുക്കത് ലാൻഡ് വളരെ ഇതാണെങ്കിൽ പോലും മറ്റേ പൈലിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തി ചെയ്യാം. ഇപ്പം നമ്മുടെ ചതുപ്പുള്ള കുട്ടനാടൊക്കെ അടിയിലോട്ട് അടിച്ചിറക്കുമല്ലേ. അതെ അതെ. ഇതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴോട്ട് അതുപോലെ പാറ വഴി ഉറച്ച സ്ഥലത്തോട്ട് ചെല്ലണം. അല്ല, അത് ടെക്നോളജി ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ ടെക്നോളജി വെച്ച് ചെയ്തതാണ് ഉത്തരാഖണ്ഡിൽ തീപ്പെട്ടിക്കൂട് മറിഞ്ഞു വീഴുന്നില്ല. അവിടെ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ ഒഴുകിപ്പോയത് ഒറ്റ സ്ഫോടനത്തിൽ. അത് ഈ പ്രകൃതി ദുരന്തത്തെ ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു റിച്ചർ സ്കെയില് ജപ്പാനിലൊക്കെ കെട്ടിടങ്ങൾ 6-7 വരെയൊക്കെ അതെല്ലാം പോവും. ഒറ്റ വാർക്ക കെട്ടിടമില്ല, മുഴുവൻ അവർ തകർച്ചിട്ടില്ല അവിടുത്തെ കെട്ടിടം മുഴുവൻ. അതോടൊപ്പം അവിടെ അതിനനുസരിച്ചുള്ള നിർമ്മിതിയാണ്. അല്ല തകർന്ന് വീണാലും നമ്മുടെ എങ്ങാനും ഒരു റിട്ടർ സ്കെയിലില് 5 മണ്ടയിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര പേര് ജീവനോടെ കാണുമെന്ന് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ജപ്പാനിൽ എല്ലാ ദിവസവും പോകുമ്പോ അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് അവരനുസരിച്ച കൺസ്ട്രക്ഷനാണ് ഉണ്ടാക്കുന്നത്. അതപ്പോ ഇതെല്ലാം പഠനങ്ങളെ നമ്മൾ ഇവിടെ നടത്തി പരിസ്ഥിതിക്ക് ദ്രോഹകരമല്ലാത്ത രീതിയിലുള്ള നിർമ്മാണ കെട്ടിടത്തെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ ഈ പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ കോട്ടം ഉണ്ടാക്കുന്നത് നമുക്ക് ബോധ്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലുള്ള കുറവ് കൂട്ടുക, പ്ലാസ്റ്റിക് പെട്രോൾ ഉൽപ്പന്നം സാറേ. പ്ലാസ്റ്റിക് ഇതെല്ലാം PVC ഇതെല്ലാം പെട്രോൾ ഉൽപ്പന്നം. ഈ സാധനം അതെ മൊത്തത്തിൽ പെട്രോളിയം ഉൽപ്പന്നം എന്ന് പറയുന്നത് തീരുന്നുണ്ട്. അതെ അതെ. അതുപോലെ ഈ ഓസോൺ പാളിയുടെ ഒരു ഹോള് വീഴുന്ന ഓസോൺ പാളി ശരിക്കും നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേസുകളെല്ലാം തടഞ്ഞ ഒരു 250 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായതാണെന്നാണ് പറയുന്നത്. അത്രയും അതിനെല്ലാം തടഞ്ഞ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന് തുള വീഴുന്ന ഒത്തിരി ഇത് ഇപ്പം നമ്മുടെ AC ആണെങ്കിലും നമ്മുടെ ഇതിൽ ഈ കാർബൺ മോണോക്സൈഡ് ഇതെല്ലാം അതിന് വരുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ അതിൻ്റെ ഇത് കുറയ്ക്കാനുള്ള ഇപ്പം അങ്ങനെ കാർബൺ അതെ അതെ. അതാണ് നമ്മുടെ AC-യിൽ ഉണ്ടായിരുന്ന ഒരു ഗ്യാസ് എന്നുള്ളത്. അത് മാറിയിട്ട് ഇപ്പം ഹൈഡ്രോ കാർബണിലേക്ക് മാറാണോ എന്നൊരു ഇത്. പക്ഷേ പലരും മാറുന്നില്ല. കാരണം അത് ഇച്ചിരി കൂടെ സിസ്റ്റമൊക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ അത് മാറി കഴിഞ്ഞാൽ അതുപോലെ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതപ്പം ഗ്ലോബൽ വാർമിങ് കൂട്ടുന്ന ഇത് നമുക്കറിയാമല്ലോ. ഈ ഉരുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു തവണ ഇതിൻ്റെ ഉരുക്കം. അതെ അതെ അതെ. ലോകത്തിലെ പ്രധാനപ്പെട്ട 2 മഞ്ഞു കേന്ദ്രങ്ങളാണ് ആർട്ടിക് അന്റാർട്ടിക് ധ്രുവങ്ങൾ, പിന്നെ ഹിമാലയം, ആൽപ്സ് അടക്കമുള്ള എല്ലാ മഞ്ഞുമലകളും ഉരുകലിൻ്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മത്സ്യസമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കടൽ മത്സ്യങ്ങൾ കടൽ ജീവികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മഞ്ഞുരുകി വരുമ്പോഴത്തേനും കടലിൻ്റെ ഉപ്പിൻ്റെ അളവിനകത്ത് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അവിടുത്തെ ജീവികൾക്ക് ജീവിക്കാൻ വരാത്ത സാഹചര്യങ്ങളുണ്ടാകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഹരിതഗ്രഹവാതകങ്ങളുടെ ഔട്ട്പുട്ടാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നാണ് അതിനെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അത് ഒരു പരിധിവരെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ചൂട് വേണം. കാർബൺ ഡൈ ഓക്സൈഡാണ് ചൂടുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു വലയമുണ്ട്. അത് അതിൻ്റെ കട്ടി കൂടുകയും ഇത് ചെയ്യുമ്പോഴാണ് നമ്മുടെ സർഫസ് ടെമ്പറേച്ചർ കൂടുന്നത്. ഇപ്പോൾ കാർബൺ കണികൾ കൂടുമ്പോൾ സൂര്യപ്രകാശം അതിലോട്ട് അടിച്ചു കഴിയുമ്പോഴത്തേനും പൊള്ളാൻ തുടങ്ങും. കാർബൺ കണികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറെ ആവശ്യത്തിന് മാത്രം കാർബൺ കണികൾ ഉണ്ടാക്കുക. അത് കൂടുതലുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂട് കൂടുമ്പോൾ AC വെക്കും, AC വെക്കുമ്പോൾ ചൂട് കൂടും, AC വെക്കുമ്പോൾ വീണ്ടും ചൂട് കൂടും, പിന്നെ AC വെക്കും. അതല്ലേ സത്യമല്ലേ? അകത്ത് ഈ തണുപ്പുണ്ടാക്കുമ്പോൾ പുറത്ത് ചൂട് കൂടും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പണ്ടൊരുത്തും പറഞ്ഞ പോലെ കക്കും തോറും കക്കും, തല്ലും തോറും കക്കും. അത് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിൻ്റെ ഇതാണ്. മറ്റേ ഈ കാർബൺ വരുമ്പോഴേ അതിൻ്റെ ഇതുകൊണ്ട് സർഫസ് ഇത് ചൂട് കൂടും.
അപ്പം നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, നമ്മുടെ കാർബൺ എമിഷൻ കുറയ്ക്കുക, അതായത് ഫോസിൽ വാതകങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. രണ്ട്, മറ്റേ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, കൂടുതൽ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് കാർബൺ യൂട്ടിലൈസ് ചെയ്ത് ഓക്സിജനാക്കി മാറ്റുന്ന ജലസംരക്ഷണം. പിന്നെ ഈ നമ്മൾ കാണാത്ത ഇതുപോലെയുള്ള AC അതിനൊക്കെ ഓൾട്ടർനേറ്റീവ്സ് എത്രയും വേഗം കണ്ടുപിടിച്ചിട്ടുണ്ട്, നടപ്പാക്കുക. പിന്നെ നമ്മുടെ ഈ യുദ്ധങ്ങൾ തന്നെ വലിയൊരു ഇതാണ്. ഇന്ത്യയിലെ കാർബൺ അതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് യുദ്ധങ്ങൾ മറ്റേ വേണ്ടാത്തൊരു സാധനമാണല്ലോ. മനുഷ്യന്റെ അഹങ്കാരത്തിനും അറുതി വരെ മാത്രം ഉണ്ടാകുന്ന സാധനമല്ലായിരുന്നു വലിയ കാര്യം. അൺലിമിറ്റഡ് അല്ലേ? അതായത് എൻ്റെ അറിവ്, എനിക്ക് തോന്നുന്നത് ഈ ഇസ്രയേലുകാരും പലസ്തീനും തമ്മിലുള്ള യുദ്ധം കൊണ്ട് ഇവിടെ ആമസോൺ കാട് കത്തിയതിനേക്കും കൂടുതൽ കാർബൺ പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എത്ര 20,000 ഹെക്ടർ സ്ഥലത്ത് 20,000 ഹെക്ടറോ 2 ലക്ഷം ഹെക്ടർ സ്ഥലത്തെ കാടാണ് ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ആമസോണിൽ നിന്ന് കത്തിപ്പോയത്. 2 ലക്ഷം ഹെക്ടർ സ്ഥലത്തെ അത് അവിടെ നിന്നൊക്കെ പോയിരിക്കുന്ന കാർബൺ എന്നതായിരിക്കും. അവിടെ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ ഓർക്കും ആമസോണിൽ കാട് കത്തിയാൽ നമുക്ക് എന്നാ കുഴപ്പമെന്ന് ഓർക്കും. ഈ ഭൂമി എന്ന് പറഞ്ഞ സാധനം ഇതെല്ലാം കൂടെ കൂടുന്നു. ആമസോണിൽ കാട് കാലിഫോർണിയയിലൊക്കെ എല്ലാ വർഷവും നന്നായിട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇവിടെയുണ്ട്. ഇവിടെ നമ്മുടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും തന്നെ ഈ കാട്ടുതീ ഒരു വലിയ, അതുപോലെ തന്നെ നമ്മുടെ ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ കാട്ടുതീയുടെ പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ ഈ നമ്മുടെ സിമെന്റ് കൺസ്ട്രക്ഷനൊക്കെ ഈ ചൂട് കൂട്ടുന്നതിന് ഇതാണ്. നമ്മുടെ ഈവൻ കമ്പ്യൂട്ടർ, നമ്മുടെ സെർവർ, ഇതെല്ലാം ചെയ്യുന്ന സാധനങ്ങളാണ്. എല്ലാം പുറത്തേക്ക് ടാർ റോഡിന്റെ സ്ഥലത്ത് താമസിക്കുന്ന ഒരു സ്ഥിതി തന്നെ. വീടിന്റെ മുന്നിലിടുന്ന ഒഴിവാക്കാൻ പറ്റത്തില്ല, വീടുകൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ വീടിന്റെ മുറ്റമെങ്കിലും മണ്ണായിട്ട് നിലനിർത്താൻ കട്ടയിട്ട് അവിടെ ചൂടാ. സിമെന്റ് എന്ന് പറയുന്ന സാധനം പിടിച്ചു കഴിഞ്ഞാൽ ചൂടല്ലേ മൊത്തം. നമ്മൾ തന്നെ നമുക്ക് ഭാരം പണിയുക, എന്നിട്ട് നമ്മൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. സത്യത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? മദ്യപിക്കുന്നത് തെറ്റാണെന്ന് അറിയത്തില്ലാത്ത ഒരു ലോകത്തിലാരുമില്ല. എന്നാലും എല്ലാവരും വെള്ളം ഒഴിക്കുന്നു പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പുകവലിക്കുന്നത് ആരോഗ്യത്തിന് കാര്യങ്ങളുമാണെന്ന്. എന്നാലും പുകവലിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മളീ പറയുമ്പോൾ ഇപ്പം കുറച്ച് ഉണങ്ങിയ ഈ ഇലകൾ നമ്മുടെ ഒരിടത്ത് വീടിൻ്റെ മുറ്റത്ത് അടിച്ചു കൂട്ടി, അല്ലെങ്കിൽ താഴെ റോഡ് സൈഡിൽ അടിച്ചു കൂട്ടി, നമുക്കത് വാരി വേണമെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് അത് വളമാകും, ചീഞ്ഞ് വളമാകും, നമുക്കൊരു ഇതുമില്ല. നമ്മൾ എളുപ്പത്തിൽ തന്നെ ചെയ്യുന്നത് കത്തിക്കും. അത്രയും ഇത് പുക അവിടെ ഉണ്ടാകുക. ഈ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് ഉണ്ടാകുന്ന കാരണം കുറ്റം പറയുകയല്ല, അവിടുത്തെ ഹരിയാനയിലെയും പഞ്ചാബിലെയും കച്ചി കത്തിക്കുന്ന ഈ അന്തരീക്ഷ മലിനീകരണം ഇതുപോലെ ഉണ്ടാക്കാം. ആ പുക മുഴുവൻ ഇങ്ങോട്ട് അടിച്ചു. അതൊക്കെ എന്തെങ്കിലും വേറൊരു രീതിയിൽ മാറ്റാനാണ്. ഇപ്പോൾ ഈ ഇതെല്ലാം മൃഗങ്ങൾക്ക്, പശുക്കൾക്കൊക്കെ ആഹാരമാക്കാവുന്ന, അത് ഒരു ടോട്ടൽ മിക്സ് റേഷനാക്കിയിട്ട് അത് വേറെയുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റി ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി മൊത്തത്തിൽ നമുക്കൊക്കെ ഇത് പറയാന്നുള്ളതല്ലാതെ ഇതെല്ലാം നടപ്പിലാക്കേണ്ടത് അധികാരം കയ്യിലുള്ള ആളുകളാണ്. അധികാരം കൈയാളുന്ന ആളുകളെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് പിന്നെ ലെജിസ്ലേറ്റീവ് ഭരണ പ്ലാനുകൾ നിയമം ഉണ്ടാക്കുകയും അതിനുള്ള അതിനെ സംരക്ഷിക്കുന്ന ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അതിന് നമ്മളൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട കോടതി, ഈ 4 ജനാധിപത്യത്തിൻ്റെ 4 ഇതും കൊണ്ടുവന്ന് പ്രവർത്തിക്കണം. ആളുകൾക്ക് ബോധവും ബുദ്ധിയുള്ള ആളുകളെ കൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കണം. സാറ് പറഞ്ഞത് ഈ എല്ലാ ചർച്ചയുടെ അവസാനം വരണം. കാരണം നമ്മുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊക്കെ ഊരുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ നിയമനിർമ്മാണ സഭയിൽ പോയാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇറങ്ങി പോരേണ്ടവരല്ല. അവർ ശരിയായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പഠിച്ച് നിയമം ഉണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ചട്ടങ്ങളും എല്ലാം കൊണ്ടുവരേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നടക്കുന്നത് തന്നെ അവിടെ പറഞ്ഞ് ഒരുത്തനെ എന്തെങ്കിലും പേര് വിളിച്ചെന്ന് പറഞ്ഞ് 2-3 ദിവസം അത് പാർലമെന്റ് ചർച്ച നടത്തി ഏതൊരു നിയമം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ കണ്ടത് പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിലാണെന്ന് തോന്നുന്നു, ഇവിടുത്തെ കെട്ടിടങ്ങളുടെ എല്ലാവരുടെയും ഫീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് നിയമം ഉണ്ടാക്കി അല്ലേ? അത് കെട്ടിട നികുതിയും അത് കെട്ടിട പെർമിറ്റ് നികുതി ഫീസും വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും
അത് 60% കുറയ്ക്കാൻ തീരുമാനിച്ചു. ഈ കഴിഞ്ഞ അത് ഇത് രണ്ടും ചട്ടങ്ങൾ ഉണ്ടാക്കാതെ ചെയ്തേ. ഒരു നിയമം എന്ന് പറഞ്ഞാൽ നിയമത്തിന് ചട്ടവും